السلام عليكم ورحمة الله وبركاته. مساكم طيبين. كيف حالكم؟ أنتم بخير. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്, നമ്മളിപ്പോൾ സ്കൂളൊക്കെ തുറന്ന് എല്ലാവരും ഓരോ ക്ലാസ്സുകളും അതുപോലെ തന്നെ പല ഗ്രൂപ്പ് ആക്ടിവിറ്റികളിലൊക്കെ മുഴുകി ഇരിക്കുന്ന സമയമാണ്. ഇനി നമുക്ക് വരാൻ പോകുന്നത് ഒരുപാട് കോമ്പറ്റീഷനുകളാണ്, ഒരുപാട് ക്ലബ്ബുകളുടെ കോമ്പറ്റീഷൻ, അതുപോലെ തന്നെ കലാ സാഹിത്യ മേഖലകളിൽ ഒരുപാട് കോമ്പറ്റീഷനുകൾ വരാനുണ്ട്. അതിലൊരു മേഖലയാണ് അറബിക്കിലുണ്ടാകുന്ന മേഖലകൾ. അറബിക്കിൽ പാട്ട് മത്സരങ്ങൾ, അതുപോലെ തന്നെ കഥ പറയൽ, പ്രസംഗം, അതുപോലുള്ള ഒരുപാട് മത്സരങ്ങൾ എന്തുണ്ട് അറബിക് ലാംഗ്വേജിലുമുണ്ട്. എങ്ങനെയാണ് അറബിക്കിൽ നമുക്കൊരു അത്യാവശ്യം നല്ല മാർക്ക് അല്ലെങ്കിൽ നല്ലൊരു പൊസിഷൻ നേടാൻ പറ്റുക എന്നും കൂടിയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ കലോത്സവ മേഖലകളിലാണെങ്കിലും അല്ലെങ്കിൽ സ്കൂൾ തല പരിപാടികളിലാണെങ്കിലും അറബിക്കിൽ വളരെ പോപ്പുലറായിട്ട് നല്ല സ്കില്ലായിട്ട് നിൽക്കാൻ പറ്റിയ ഒരു ഏരിയയാണ് നമ്മൾ പദപ്പയറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പദപ്പയറ്റ് ഒരുപാട് അറിവ് നേടാൻ പറ്റിയൊരു ഏരിയയാണ് പദപ്പയറ്റ് മത്സരം. അപ്പോൾ എല്ലാവരും പദപ്പയറ്റ് മത്സരിക്കാൻ പങ്കെടുക്കണമെന്നാണ് ആദ്യമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത്. ഇതിലൂടെ നമുക്ക് ഒരുപാട് പദസമ്പത്തുകൾ ഉണ്ടാക്കുവാൻ സാധിക്കും. ഓക്കെ, നമുക്ക് ആദ്യമായിട്ട് എന്ത് ചെയ്യാം, പദപ്പയറ്റ് എന്താണെന്ന് നോക്കാം. മുക്കാഫഹത്തുൽ അൽഫാൽ എന്നാണ് ഇതിനെന്ത് പറയുക. മുക്കാഫഹത്തുൽ അൽഫാൽ എന്നാണ് അറബിയിലെ പദപ്പയറ്റിന് പറയാം. നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് വാക്കുകൾ ഇതിന് നമുക്ക് ആവശ്യമാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു വെച്ച അക്ഷരം വെച്ചിട്ട് തന്നെ വീണ്ടും നമ്മളെത്തിക്കുന്ന വരാം, അത് വീണ്ടും നമ്മളെത്തിക്കുന്ന റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് അതിനൊക്കെ ഡിഫെൻഡ് ചെയ്യാൻ അത്യാവശ്യം വാക്കുകൾ നമുക്ക് കയ്യിൽ നിർബന്ധമായിട്ട് വേണം. അപ്പോൾ അതിനുചിതമായ കുറച്ച് വാക്കുകൾ നമ്മളിപ്പോൾ എല്ലാതും തുടങ്ങുമ്പോൾ എന്ത് ചെയ്യും, അലിഫ് കൊണ്ടാണ് എല്ലാം തുടങ്ങുക. ഫസ്റ്റ് നമ്മൾ തുടങ്ങുക അലിഫാണ്. അപ്പോൾ ആ അലിഫ് വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന് മുതൽ പഠിച്ചു പോകാം. ഇപ്പം നിങ്ങൾ ആവശ്യപ്പെട്ടാണ്, ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ അലിഫാണ് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ബാ കൊണ്ട് തരുന്നുണ്ടെങ്കിൽ ബാ വെച്ച് തുടങ്ങുക, പിന്നെ താ ആണെന്നുണ്ടെങ്കിൽ താ. ഇങ്ങനെയാണ് പോകേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെയും പോകാം. അല്ലെങ്കിൽ ഇപ്പോൾ അലിഫാണ് വെച്ച് തുടങ്ങുന്നത് വെച്ചാൽ ഇന്ന് അലിഫ്, നാളെ ബാ, ഇങ്ങനെ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇങ്ങനെ മാറിപ്പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും പോകാവുന്നതാണ്. ഏതാണെന്നുണ്ടെങ്കിലും ഇൻഷാ അല്ലാഹ് നമുക്ക് ചെയ്യാവുന്ന യാതൊരു പ്രശ്നവും ഇല്ല. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് അലിഫാണ്. ഓക്കെ, നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും എങ്ങനെയാണ് മത്സരങ്ങൾ വരിക എന്നുള്ളത്. ഇപ്പോൾ അധ്യാപകൻ ഒരു വാക്ക് പറയും, അതിൻ്റെ അവസാനത്തെ വാക്ക് വെച്ചിട്ട് വേറെ കുട്ടി പറയും, അതിൻ്റെ അവസാനം വെച്ചിട്ട് ഇങ്ങനെ റൗണ്ടായിട്ടല്ലേ വരിക. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അലിഫിനെ കുറിച്ചിട്ടാണ് ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് വേർഡ് അൽ ആബ്. എന്താണ് ആബ്? നിങ്ങൾ സസ്യങ്ങളൊക്കെ ഉണ്ട്, അതാണ് ആബ്. നമ്മളിതിന് ഒരു കാര്യം കൂടി ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് എന്ത് ചെയ്യേണ്ടത്, ഇതിൻ്റെ അർത്ഥങ്ങൾ, മീനിങ് നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇൻ കേസ് ഇപ്പോൾ നമ്മൾ മത്സരത്തിൻ്റെ ഇടയിൽ അധ്യാപകർ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ അർത്ഥം കൂടി പറയൽ ഈ മത്സരത്തിൻ്റെ ഭാഗമാണ്. നിർബന്ധമായിട്ടും അധ്യാപകർ ചോദിക്കുകയാണെങ്കിൽ അർത്ഥം പറയണം, അല്ലെങ്കിൽ മത്സരാർത്ഥി ഔട്ടാകുന്നതാണ്. ഇതിൻ്റെ റൂൾസ് നമ്മളെടുത്ത് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഏത് കാര്യം പഠിക്കുമ്പോഴും അതിൻ്റെ അർത്ഥം കൂടി പഠിച്ച് മനസ്സിലാക്കി വെക്കേണ്ടത് ഉചിതമായിരിക്കും. ഓക്കെ, നമ്മൾ ഫസ്റ്റത്തെ പറഞ്ഞല്ലോ, എന്താ പറഞ്ഞത്, ആബ്. എന്താ ആബ്? സസ്യങ്ങൾ, പുല്ല് എന്നൊക്കെയാണ് എന്ത് പറയാം, ആബ് എന്ന് പറയുന്നത്. സെക്കൻഡ് ആണ് ഇബ്രത്ത്. എന്താണ് ഇബ്രത്ത്? ഇബ്രത്ത് പറഞ്ഞാൽ സൂചി, നമ്മൾ തുന്നണ സൂചി ഉണ്ടല്ലോ, അതാണ് ഇബ്രത്ത് എന്ന് പറയും. ഇബ്തുൻ. തേർഡ് വണ് ഇബ്തുൻ. നമ്മൾ കക്ഷ ഉണ്ടല്ലോ, നമ്മുടെ കക്ഷം, ആ കക്ഷത്തിനാണ് എന്താ പറയുക, ഇബത്ത് എന്ന് പറയാം. ദെൻ തേർഡ് വണ് ഇബിൻ. നിങ്ങൾക്ക് കോമൺ ആയിട്ട് അറിയുന്നത് പോലെ തന്നെ മകൻ എന്ന പേരിൽ അർത്ഥം വരുന്നതാണ് ഇബിൻ. ഇബ്ഹാമൻ. തേർഡ് വൺ എന്താണ്, ഇബ്ഹാമൻ. നമുക്ക് ഉള്ള
തള്ളവിരലുണ്ടല്ലോ, അതാണ് ഇബ്ഹാം എന്ന് പറയുന്നത്. ഞാൻ അടുത്ത് വരുന്നത് അരീക്കത്ത്. അരീക്കത്ത് എന്ന് പറഞ്ഞാൽ സോഫ. ഞാൻ അടുത്ത് വരുന്നത് അർനബ്, മുയൽ. ഓക്കെ, മുയൽ. അടുത്തത് വരുന്നത് ഏതാണ്? അടുത്ത് വരുന്നത് അദീബ്. അദീബ് പറഞ്ഞാൽ സാഹിത്യകാരൻ, നമ്മൾ എഴുത്തുകാരൻ എന്നൊക്കെ പറയുന്നത് സാഹിത്യകാരൻ അദീബ്. ഉഖ്ത് അതെല്ലാവർക്കും അറിയുന്നതായിരിക്കും, സഹോദരി. അഹദ നമ്മൾ എടുക്കുന്നതിനാണ് എന്താ പറയുക, അഹദ എന്ന് പറയും. ഞാൻ അടുത്ത് പറയുന്നത് അല്ലഫ, രചിക്കപ്പെട്ടത്, നമ്മൾ എഴുതിയപ്പെട്ടല്ലോ, ഇപ്പോൾ ബുക്ക് എഴുതുക, അല്ലഫ കിതാബിൽ അല്ലഫ അതൊക്കെ പറയില്ലേ, അതാണ് അല്ലഫ എന്ന് പറഞ്ഞാൽ. അടുത്ത് വരുന്നത് ഉസ്താദ്. ഉസ്താദ് പറഞ്ഞാൽ ടീച്ചർ, നമ്മുടെ അധ്യാപകൻ എന്നാണ് ഉസ്താദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത് വരുന്നത് അർള്. അർള് പറഞ്ഞാൽ ഭൂമി. അടുത്ത് വരുന്നത് അൽഫ്. അൽഫ് എന്ന് പറഞ്ഞാൽ 1000 എന്താ പറയുക, അൽഫ് എന്ന് പറയാം. അടുത്ത് വരുന്നത് അക്കല. അക്കല പറഞ്ഞാൽ കഴിക്കുന്നതിന് എന്താ പറയുക, അക്കല എന്ന് പറയും. അടുത്ത് വരുന്നത് അവ്വൽ. അവ്വൽ പറഞ്ഞാൽ എല്ലാവർക്കും അറിയില്ല, 1. ഓക്കെ, അഹ്ല്. അടുത്ത് വരുന്നത് അഹ്ല്. അഹ്ല് പറഞ്ഞാൽ കുടുംബ, ഫാമിലി എന്നാണ് പറയുക, അഹ്ല്. ഓക്കെ, അടുത്ത് പറഞ്ഞത് അൻഫ്. അൻഫ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, മൂക്ക്. ഇൻസാൻ. ഇൻസാൻ പറഞ്ഞാൽ ജനങ്ങൾ. ഓക്കെ, അടുത്ത് വരുന്നത് അസദ്. അസദ് പറഞ്ഞാൽ എല്ലാവർക്കും അറിയില്ലേ, സിംഹം എന്നാണ്. ഇത്രയും 20 വാക്കുകളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത്. ഈ 20 വാക്കുകൾ എന്ത് ചെയ്യാം, അർത്ഥസഹിതം ഒന്ന് നോക്കി വെക്കുക. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് അതിന് ഹർക്കത്തും കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ള പ്രയാസം ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് അതിന് ഹർക്കത്തും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് കൃത്യമായിട്ട് എഴുതിയിട്ട് നമുക്ക് വീഡിയോ ചെയ്യാം ഇൻഷാ അല്ലാഹ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മളിതുപോലെ വായിച്ചതിനനുസരിച്ച് ഓരോരുത്തരും എന്ത് ചെയ്യുക, വാക്കുകൾ എഴുതിയെടുക്കുക, പഠിക്കുക. നല്ലൊരു തുടക്കമായിട്ട് ഈ ഒരു അധ്യയന വർഷമെന്ന് ആശംസിക്കുന്നു. ശുക്രാൻ, ജസാക്കുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.